ഹലോ വെൽക്കം ടു മൈ ചാനൽ സ്പീക്കീസി സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ് ട്യൂട്ടോറിയൽ. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലായി ഇംഗ്ലീഷിൻ്റെ ആശയങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 3 ആശയങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തത് വിൽ ഹാവ് ടു, ചെയ്യേണ്ടി വരും എന്ന ആശയവും. രണ്ടാമത്തത് ഹാഡ് ടു, ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന ആശയവും. മൂന്നാമത്തത് ഹാവ് ടു, ചെയ്യേണ്ടതുണ്ട് എന്ന ആശയത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായി പഠിച്ചു. ഇനി 4ാമത്തെയും 5ാമത്തെയും ആശയത്തെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. 4ാമത്തൊരു ആശയമായി ഇവിടെ വരുന്നത് ഐ ഷോൾ. ഐ ഷോൾ എന്ന് പറഞ്ഞാൽ ക്രിയ വരുന്നത് ചെയ്യാം. ചെയ്യാം എന്ന അർത്ഥമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മലയാളത്തിൽ ഞാൻ ഇവിടെ ഇരിക്കാം, അല്ലെങ്കിൽ ഞാൻ പോകാം, അല്ലെങ്കിൽ നമുക്ക് തുടങ്ങാം, അല്ലെങ്കിൽ നമുക്ക് പോകാം എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്ന് നമുക്ക് നോക്കാം. ഐ ഷാൾ ഉപയോഗിച്ചുകൊണ്ട് അത് പറയാൻ സാധിക്കുന്നതാണ്. ഫോർ എക്സാമ്പിളായി ഐ ഷാൾ സിറ്റ് ഹിയർ, ഞാനിവിടെ ഇരിക്കാം. അല്ലെങ്കിൽ ഐ ഷാൾ ഗോ, ഞാൻ പോകാം. അല്ലെങ്കിൽ വി ഷാൾ സ്റ്റാർട്ട്, നമുക്ക് തുടങ്ങാം. അല്ലെങ്കിൽ വി ഷാൾ ഗോ, നമുക്ക് പോകാം. അങ്ങനെ ക്രിയ ചെയ്യാം എന്നത് എവിടെയെല്ലാം വരുന്നുണ്ടോ അവിടെയെല്ലാം നിങ്ങൾ ഇംഗ്ലീഷിൽ ഐ ഷാൾ എന്ന് ചേർത്ത് കൊടുത്ത് പറഞ്ഞാൽ മതി. എന്നാൽ നിങ്ങൾക്ക് ചെയ്യാം എന്ന ക്രിയ വരുന്ന വാക്കുകൾ പറയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ആശയമാണ് 5ാമത്തൊരു ആശയമായി വരുന്നതാണ് മേ ഐ. മേ ഐ എന്ന് പറഞ്ഞാൽ അവിടെ ക്രിയ വരുന്നത് ചെയ്തോട്ടെ. ചെയ്തോട്ടെ എന്ന ക്രിയയാണ് അതുകൊണ്ട് മേ ഐ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫോർ എക്സാമ്പിളായി മേ ഐ സിറ്റ് ഹിയർ, ഞാനിവിടെ ഇരുന്നോട്ടെ. അല്ലെങ്കിൽ മേ ഐ കമിൻ, ഞാൻ അകത്തോട്ട് വന്നോട്ടെ. അല്ലെങ്കിൽ മേ ഐ റൈറ്റ് എ ലെറ്റർ, ഞാനൊരു ലെറ്റർ എഴുതിക്കോട്ടെ. അല്ലെങ്കിൽ മേ ഐ വൺ കോൾ, ഞാനൊരു കോൾ ചെയ്തോട്ടെ. അല്ലെങ്കിൽ മേ ഐ ഗോ ഔട്ട്, ഞാൻ പുറത്തേക്ക് പോയിക്കോട്ടെ. അങ്ങനെ ക്രിയ ചെയ്തോട്ടെ എന്നത് എവിടെയെല്ലാം വരുന്നുണ്ടോ അവിടെയെല്ലാം നിങ്ങൾ ഇംഗ്ലീഷിൽ മേ ഐ എന്ന വാക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നാൽ നിങ്ങൾക്ക് ചെയ്തോട്ടെ എന്ന ആശയം വെച്ചുള്ള വാക്കുകൾ പറയാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഈ ആശയങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ വാക്കുകൾ, സെൻറ്റൻസുകൾ നിർമ്മിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലായി ഞാൻ പറഞ്ഞു തന്ന എല്ലാ ആശയങ്ങളും, 1ാമത്തെ ആശയം വിൽ ഹാവ് ടു, ചെയ്യേണ്ടി വരും എന്ന ആശയവും. 2ാമത്തത് ഹാഡ് ടു, ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്ന ആശയവും. 3ാമത്തത് ഹാവ് ടു, ചെയ്യേണ്ടതുണ്ട് എന്ന ആശയവും. 4ാമത്തതായി ഐ ഷോൾ, ചെയ്യാം എന്ന ആശയവും. 5ാമത്തതായി മേ ഐ, ചെയ്തോട്ടെ എന്ന ആശയങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സെൻറ്റൻസുകൾ, വാക്കുകൾ നിർമ്മിച്ച് പഠിക്കുക. എന്നാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും താഴെ കാണുന്ന ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുക. എന്നാൽ എൻ്റെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇംഗ്ലീഷിൻ്റെ മറ്റു ആശയങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ നന്ദി, ശുഭദിനം.